നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും കാട്ടുപന്നി ആക്രമണം. മീൻ വിൽപ്പനക്കാരൻ ഉദയകുമാറിനെയാണ് ബൈക്കിൽ വരുമ്പോൾ കാട്ടുപന്നി ആക്രമിച്ചത്. പരിക്കേറ്റ ഉദയകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസിന്റെ ലഹരിവേട്ട. MDMAയുമായി യുവതിയടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികൾ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെന്ന് പോലീസ്. പട്ടാമ്പി ചെർപ്പശ്ശേരി റോഡ് നവീകരണത്തിന് 6 കോടി രൂപ അനുവദിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് BC ചെയ്ത് നവീകരിക്കുക. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് UDF മാർച്ച്. പഞ്ചായത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനമെന്നും അഴിമതിയും സ്വജനപക്ഷപാതവുമെന്നും നേതാക്കൾ. നിരവധി പേർ ട്രെയിൻ തട്ടി മരിച്ച പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. നടപ്പാക്കുന്നത് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും കാട്ടുപന്നി ആക്രമണം. മീൻ വിൽപ്പനക്കാരന് പരിക്കേറ്റു. കുമരമ്പത്തൂർ എടേരം തുപ്പലിക്കോട് ഉദയകുമാറിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ മീനെടുക്കാൻ മാർക്കറ്റിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം. അക്കിപ്പാടം ബംഗ്ലാവ് പരിസരത്ത് ഉദയകുമാർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ പന്നിയിടിക്കുകയായിരുന്നു. വീഴ്ചയിൽ തോളല് പൊട്ടുകയും ദേഹമാകെ മുറിവേൽക്കുകയും ചെയ്തതായി ഉദയൻ പറഞ്ഞു. ഞാൻ മീനെടുക്കാൻ വേണ്ടി വരികയായിരുന്നു. 10:10 അപ്പോൾ തങ്ങളെ കട എത്താനാകുമ്പോൾ പെട്ടെന്നൊരു പന്നി ഇങ്ങനെ കുറുക്കെ ചാടിപ്പോയി. അങ്ങോട്ട് വണ്ടി കിടത്ത് ഞാൻ വീണു. പിന്നെ പെട്ടെന്ന് ഒന്നും ആ സമയത്തൊന്നും മനസ്സിലായില്ല കേട്ടോ. 2-3 മിനിറ്റ് പന്നി ഇവിടുത്തെ ഇവിടെ പൊട്ടുണ്ടെന്നാണ് പറയുന്നത്. തോളിൽ എല്ല് പൊട്ടി. എഴുന്നേൽക്കാൻ കഴിയാതെ വഴിയിൽ കിടന്ന ഉദയനെ ടാപ്പിങ്ങിന് പോകുന്നവരാണ് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ഉദയന്റെ തോളലിന് ശസ്ത്രക്രിയ വേണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. ഇതിന് വലിയ തുക ആവശ്യമായി വരും. വനം വകുപ്പിൽ നിന്ന് സഹായം ലഭ്യമാക്കാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെയും ഒരു പന്നിയുടെ കുത്തേറ്റ് എടേരം സ്വദേശി ഉദയകുമാർ എന്ന ആള് ഇവിടെ ഈ മദർ കെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കോടുകൂടി തോളല് പൊട്ടി ഇവിടെ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പന്നിശല്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മുടെ എല്ലാവരും ശ്രദ്ധയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മുടെ പന്നി വെടിവെപ്പുമായി ബന്ധപ്പെട്ട് 15ഓളം പന്നികൾ നമ്മൾ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പിടിച്ചത്. എന്തായാലും ഈ പന്നി ശല്യം രൂക്ഷമായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇനിയും വരാൻ പോകുന്ന വെള്ളിയാഴ്ച നമ്മുടെ പന്നി വെടിയക്കാർ വന്ന് ഇവിടെ വെടിവെക്കുന്ന വെള്ളിയാഴ്ച തുടരുകയാണ്. എന്തായാലും പന്നി ശല്യവുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പഞ്ചായത്ത് പുരോഗമിക്കണം. ഇവിടെ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ തോളലിന് അവിടെ ഓപ്പറേഷൻ വേണ്ടി വരും. ഭീമമായ തുക ഇവർക്ക് ചിലവാകും എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് സഹായം കിട്ടുന്ന രൂപത്തിലുള്ള ആ നടപടിക്രമം എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട അഡ്മിനി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യാമെന്ന് ആശുപത്രി അധികൃതർ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അക്കിപ്പാടം ഭാഗത്ത് നടക്കുന്ന 3ാമത്തെ കാട്ടുപന്നി ആക്രമണമാണിത്. നേരത്തെ 2 തവണ പന്നി കുറുകെ ചാടി 3 പേർക്ക് പരിക്കേറ്റിരുന്നു. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA ലഹരിമരുന്നുമായി യുവതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങാടിപ്പുറം ഏറാംതോട്ടിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ MDMA സഹിതം യുവാവിനെ അറസ്റ്റ് ചെയ്തു. MDMA ലഹരിമരുന്ന് സൂക്ഷിച്ചതിന് 2 വ്യത്യസ്ത കേസുകളിലാണ് 4 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വേങ്ങശ്ശേരി സിദ്ദീഖ്, പുത്തനങ്ങാടി സ്വദേശി തങ്കത്തിൽ ആഷിഫ്, കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ ലുബ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കേസിൽ മങ്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഏറാംതോട് ആൽപ്പാറ വീട്ടിൽ ഷിബിയെയും അറസ്റ്റ് ചെയ്തു. ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും SI ഷിജോസി തങ്കച്ചനും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, നാർക്കോട്ടിക് സെൽ DYSP NOCB എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആന്റി നർക്കോട്ടിക് സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത്. പെരിന്തൽമണ്ണ നഗരത്തിലെ ഫ്ളാറ്റിൽ നിന്നും 4 ഗ്രാം MDMAയുമായാണ് യുവതിയടക്കം 4 പേരെ പിടികൂടിയത്.
1.120 ഗ്രാം MDMA ആണ് ഷിബിയുടെ ഏറാന്തോടുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരിമരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗം നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന 3-അംഗ സംഘത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ച് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുള്ള ലഹരിക്കടത്തു സംഘത്തിൽപ്പെട്ടവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് നവീകരണത്തിന് 6 കോടി രൂപ അനുവദിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി BC ഓവർലെയർ ചെയ്താണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന റോഡിന്റെ 8 കിലോമീറ്റർ നവീകരിക്കുക. പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭിച്ചതായും MLA അറിയിച്ചു. നമ്മുടെ നിലവിലുള്ള റോഡുകൾ BMBC ചെയ്ത് കുറേ വർഷങ്ങളായിട്ടുള്ള റോഡുകൾ ചെറിയ രീതിയിലൊക്കെ തകരാൻ സാധ്യതയുള്ള റോഡുകൾ ഓവർലേ ചെയ്തുകൊണ്ട് ഇനിയും വർഷങ്ങളോളം സംരക്ഷിക്കുന്ന പദ്ധതി ഗവൺമെൻറ് തലത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ നേരത്തെ കൊപ്പം വളാഞ്ചേരി റോഡ് നമ്മൾ BC ഓവർലേ ചെയ്ത് പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ മനോഹരമായ റോഡായി അത് മാറി. അതുപോലെ നമ്മുടെ പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് നല്ല റോഡാണ്, പക്ഷേ ചെറിയ രീതിയിലൊക്കെ ക്രാക്കും കംപ്ലൈൻറ്റും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ BC ഓവർലേ ചെയ്ത് കഴിഞ്ഞാൽ അത് മികച്ച രീതിയിൽ ഇനിയും വർഷങ്ങളോളം അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും ചില റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് BC ഓവർലേ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മുകളിലെ ഒരു ലെയർ മാത്രം BC ചെയ്യുന്ന പ്രവർത്തനം. എന്നാൽ ആ റോഡ് നിലനിൽക്കും ഇനി തകരാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊപ്പം വളാഞ്ചേരി റോഡ് ഇതുപോലെ BC ഓവർലേ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വളരെ വെള്ളത്തിന് വേണ്ടി പൊളിച്ച് തകർന്നു കിടക്കുകയായിരുന്നു. അതും ഇപ്പോൾ BC ഓവർലേ ചെയ്തപ്പോൾ വളരെ മനോഹരമായ പുതിയ റോഡ് പോലെ ആയിട്ടുണ്ട്. ഈ റോഡും ചെർപ്പളശ്ശേരി റോഡ് വല്ലപ്പുഴ വരെ പട്ടാമ്പി മണ്ഡലത്തിലെ ഭാഗം ഇതുപോലെ BC ഓവർലേ ചെയ്ത പുതിയ റോഡായിട്ട് നിലനിൽക്കും എന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച UDF കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC സെക്രട്ടറി PS സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ വാർഡ് വിഭജനം, കുടിവെള്ള പദ്ധതികളിലെ അഴിമതികൾ, അങ്ങാടി ചിറയോടുള്ള അവഗണന, വ്യക്തിഗത ആനുകൂല്യങ്ങളിലെയും പൊതുമരാമത്ത് പ്രവർത്തികളിലെയും സ്വജനപക്ഷപാതം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞത് പ്രവർത്തകരുമായുള്ള ഉന്തും തള്ളിനും കാരണമായി. KPCC സെക്രട്ടറി PS സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജിന് പൂർണ്ണ നൽകാൻ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ വിപ്ലവകരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരുവാരക്കുണ്ടടക്കമുള്ള കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് അനന്തമായ അധികാരം നൽകുന്ന ആ നിയമം പാസാക്കിയെടുത്തത്. ആ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി കരുവാരക്കുണ്ടിനെയും വണ്ടൂരിനെയും വയനാടിനെയും പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഉജ്ജ്വലമായ ഭൂരിപക്ഷവുമായി കടന്നുപോയതിന്റെ ശേഷം നമുക്കറിയാം ഈ നാടിന് നൽകിയ വികസനത്തിന്റെ എണ്ണിയിലാടുന്നാത്ത സംഭാവനകൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു.
UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ N. ഉണ്ണിൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ MP വിജയകുമാർ, ജോജി K. അലക്സ്, MK മുഹമ്മദ് അലി, V. ആബിദലി, AK ഹംസക്കുട്ടി, NK ഹമീദ് ഹാജി, TD ജോയ്, PK നാസർ, മുജീബ് ചുള്ളിയോട്, ആദിൽ ജഹാൻ, K. ജിനേഷ്, അഡ്വക്കേറ്റ് ബാദുഷ, K. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ പേരിൽ യൂസർ ഫീ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, മുന്നറിയിപ്പില്ലാതെ കടപരിശോധന നടത്തുകയും അനാവശ്യമായ ഫൈൻ ഈടാക്കുകയും ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. കേരള സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം ഇവർക്കൊക്കെ ശമ്പളം വാങ്ങാനും ഇവർക്കൊക്കെ റോഡിൽ കൂടെ ചീരിപ്പായാനും മന്ത്രിമാർക്ക് വിദേശത്ത് പോകാനും മന്ത്രിമാർക്ക് ഭാര്യ വീട്ടിലേക്ക് പോകാനും ഒക്കെയുള്ള ചെലവിലേക്കുള്ള പൈസയാണ് റവന്യൂ വരുമാനം. കേരളത്തിന്റെ വരുമാനം, ഖജനാവിലേക്ക് വരുന്ന വരുമാനം. ആ വരുമാനത്തിന്റെ 68% നൽകുന്നത് GST-യിലൂടെയാണ്. CP സാദിഖ് അധ്യക്ഷത വഹിച്ചു. O. അരവിന്ദൻ, മറക്കാർ മുരിക്കുംപറ്റ, V. നരേന്ദ്രൻ, K. രാധാകൃഷ്ണൻ, K. മുരളി, K. ബാബു, ഉണ്ണികൃഷ്ണൻ, ശശി, ഉമ്മർ KV, T. അബ്ദുൽ കരീം, M. മുസ്തഫ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. പെരുമുടിയൂർ സ്കൂളിന് സമീപത്താണ് അടിപ്പാത നിർമ്മിക്കുന്നത്. ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ നടപ്പാകാൻ പോകുന്നത്. പാത ഇരട്ടിപ്പിച്ചതിന്റെ ഭാഗമായി ഷൊർണൂർ കോഴിക്കോട് പാതയിൽ ട്രെയിനുകളുടെ എണ്ണം കൂടിയതോടെയാണ് പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്ന ആവശ്യം ഉയർന്നത്. റെയിൽപാത മുറിച്ചു കടന്നാണ് ഇതുവഴി പെരുമുടിയൂർ സ്കൂളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്തിരുന്നത്. ഇത് അപകടങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. നിരവധി പേർ ട്രെയിൻ തട്ടി മരിക്കുകയും ചെയ്തു. ഇതിനിടെ ഇതിലൂടെയുള്ള കാൽനടയാത്ര തടഞ്ഞ റെയിൽവേ വഴി അടച്ചുപൂട്ടുന്ന പ്രവൃത്തികളും തുടങ്ങി. ഇതും പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തി. തുടർന്ന് VK ശ്രീകണ്ഠൻ MP, മെട്രോമാൻ E. ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 1.68 കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം. ഇതിൻ്റെ നടപടികൾ ഇവിടെ ആരംഭിച്ചു. ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് ഇതോടെ നടപ്പിലാകുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുലുക്കിലിയാട് വാർഡ് 2 വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുലുക്കിലിയാട് കാലംപറമ്പ് റോഡ്, കുലുക്കിലിയാട് ചാവക്കാട് റോഡ്, കുലുക്കിലിയാട് കാലംപറമ്പ് നഗർ റോഡ്, മെൻസ്ട്രൽ കപ്പ് വിതരണം, ബൊക്കാഷി ബക്കറ്റ്, കന്നുകാലികൾക്ക് കാൽസ്യപ്പൊടി, കിഴങ്ങുവർഗ്ഗ വിത്ത് വിതരണം, സുഗന്ധവ്യഞ്ജന വിത്ത് വിതരണം, തുണിസഞ്ചി വിതരണം എന്നിവയാണ് വാർഡിൽ നടന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ജനപ്രതിനിധികളും പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഡയസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ പോലെ ഭരണസ്ഥാനത്തിരിക്കുന്ന ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പ്രവർത്തനം നടത്തുമ്പോഴാണ് നമുക്ക് അവിടെ വേണ്ട കാര്യങ്ങൾ എന്ത്, ആ പ്രദേശത്ത് വേണ്ട കാര്യങ്ങൾ എന്ത്, ആ ജനങ്ങൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രയാസത്തിന് എങ്ങനെയാണ് ഒരു വഴി നമുക്ക് തേടാൻ കഴിയുക. വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത് അധ്യക്ഷനായി. P. അശോകൻ, മുൻ വാർഡ് മെമ്പർമാരായ N. ബാലചന്ദ്രൻ, C. സതീഷ് കുമാർ, N. മോഹനൻ, SP. രാമകൃഷ്ണൻ, A. മണികണ്ഠൻ, MP. ഷിഹാബ്, സിദ്ദീഖ്, P. രതീഷ്, P. സന്ദീപ്, ലതാരാജൻ എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രത്തിലെ സ്ഥാനികളായ 16 വീട്ടുകാർ തിരുമുറ്റത്ത് കൊടിയേറ്റിയതിനു ശേഷം ക്ഷേത്രം കൊടിമരത്തിൽ തന്ത്രി അണ്ടലാടി മനക്കൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. കൊടിയേറ്റത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കളരിപ്പയറ്റ് പ്രദർശനം, നൃത്തനൃത്യങ്ങൾ, സംഗീത സന്ധ്യ എന്നിവയും തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും 100-ൽ പരം തിറകളുടെ കാവേറ്റവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, തുള്ളൽത്രയം, കഥകളി, നാദവിസ്മയം, മ്യൂസിക്കൽ പ്രോഗ്രാം എന്നിവയും ചെറിയാട്ട് ദിവസമായ മാർച്ച് 2-ന് ഗാനമേള,
വലിയാറാട്ട് ദിവസമായ മാർച്ച് 3 രാവിലെ ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ ആറാട്ട്. കോട്ടപ്പുറം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ വലിയാറാട്ട് വേല വൈകുന്നേരം 7-ന് ശുഗപുരം ദിലീപ്, കല്ലൂർ ജയൻ, സദനം ജിതിൻ, രഞ്ജിത്ത് ശുഗപുരം മിഥുൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചതായമ്പക, രാത്രി പൂതൻ, തിറ, കാളവേലകളുടെ വരവ് എന്നിവയും നടക്കും. മാർച്ച് 4-നാണ് ഭരണി മഹോത്സവം. വൈകുന്നേരം 5-ന് വടക്ക്, തെക്ക്, പടിഞ്ഞാറൻ വേലകളിലായി 18 ദേശവേലകൾ ക്ഷേത്രത്തിൽ സംഗമിക്കും. മാർച്ച് 5-ന് ആറാട്ടും വ്യത്യസ്ത ചടങ്ങായ അരിയേറും നടക്കും. പുനർനിർമ്മിച്ച കോട്ടപ്പുറം കുലുക്കിളിയാട് മസ്ജിദ് കിളർ 27-ന് വൈകിട്ട് 6:30-ന് ഉദ്ഘാടനം ചെയ്യും. സമസ്ത പ്രസിഡന്റ് റൈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PSK മാടവന ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്ര മുഷവറ അംഗം KP ഉസ്താദ്, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് ഹനീഫ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കുരിലീസ് മരങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച കാരണം ഈ പള്ളിയുടെ നിലനിൽപ്പ് ഭീഷണി ആയതിനാൽ ഈ പള്ളി പുതുക്കി പണിയാൻ ഞങ്ങൾ നിർബന്ധിതരായി. ഈ മഹത്തായ പുതുക്കി പണിത പള്ളിയുടെ ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി 27 വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരാനന്തരം സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാന്യരായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നിർവഹിക്കുന്നതാണ്. സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർമാരായ ബഹുമാനപ്പെട്ട ഉസ്താദ് PSK മൊയ്തുബാക്കവി മാടവന ഉസ്താദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർമാരായ കൊമ്പം ഉസ്താദ്, മാരാമംഗലം ഉസ്താദ്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷാ ബോർഡ് ചെയർമാൻ ചെറുവാടി അബ്ദുൽ അസീസ് ഫൈസി, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് ഹനീഫ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് ഉമർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. പ്രസിഡന്റ് ഇസ്മായിൽ ഫൈസി, ഷക്കീർ ഹുസൈൻ സക്കാഫി, ആബിദ് ആസിനി, ഫക്രുൽ അമീൻ ആസിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഭാഗമായി ലക്ഷം നെയ്ദീപം തെളിയിക്കും. ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വള്ളുവനാട്ടിൽ ശിവരാത്രി നാളിൽ ലക്ഷം നെയ്ദീപം തെളിയിക്കുന്ന ഏക ക്ഷേത്രമായാണ് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്നത്. 1500 വർഷത്തെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയ ഈ ക്ഷേത്രത്തിൽ 2007 ലക്ഷദീപമായി ആരംഭിച്ച് 2014 മുതൽ ലക്ഷം നെയ്ദീപങ്ങളാണ് തെളിയിക്കുന്നത്. ഭക്തർ നേരിട്ടാണ് ഈ മഹാദീപാരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി സത്യധർമ്മൻ അടികൾ ആദിദീപം തെളിയിക്കും. തുടർന്ന് സംഗീത സംവിധായകൻ ശരത് നയിക്കുന്ന സംഗീത സാഗരം പരിപാടിയും ഉണ്ടാകുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കൈത്തളി ശിവരാത്രി നാളിലെ ലക്ഷം നെയ്ദീപം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം ഫെബ്രുവരി 26-ന് ബുധനാഴ്ച ആഹ്ലാദപൂർവ്വം നടത്തുകയാണ്. കൃത്യമായും 6 സോണുകളാക്കി തിരിച്ച് 1,11,111 ദീപങ്ങൾ ജ്വലിക്കത്തക്ക വിധം സംവിധാനം ചെയ്ത് ഗാലറികളിൽ സംവിധാനം ചെയ്ത് സ്ഥിരമായി നമ്മൾ നടത്തിപ്പോരുന്ന വിധത്തിൽ തന്നെ ഈ വർഷവും ആഘോഷം നടത്തുകയാണ്. എല്ലാവരെയും ഞങ്ങൾ ആ സന്ദർഭത്തിൽ ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ലക്ഷം നെയ്ദീപത്തിൽ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ. എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിലെ 111ാം വാർഷികാഘോഷവും പ്രധാനാധ്യാപിക KM ഷാഹിന സലീമിനുള്ള യാത്രയപ്പ് സമ്മേളനവും N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മൺമറഞ്ഞ പൂർവ്വ അധ്യാപകരുടെ പേരിലുള്ള എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളിലെയും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മൺമറഞ്ഞ പൂർവ്വ അധ്യാപകരുടെ പേരിലുള്ള എൻഡോവ്മെന്റും പ്രീ പ്രൈമറി സ്റ്റേറ്റ് ലെവൽ ടാലന്റ് സെർച്ച് പരീക്ഷയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. കലാകായിക പ്രവൃത്തി പരിചയമേളകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. N ഷംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത അധ്യക്ഷയായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, ബ്ലോക്ക് അംഗം P ഷാനവാസ്, പഞ്ചായത്ത് അംഗം അലി മടത്തോടി, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ PS ഷാജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഹംസപ്പ, റഹ്മത്ത് മടത്തോടി, മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ്
വി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കണവാടി വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. സൊലസ് പാലക്കാടിൻ്റെ 9ാം വാർഷികാഘോഷം പട്ടാമ്പിയിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ, സെറിബ്രൽ പൾസി, ഓട്ടിസം തുടങ്ങി രോഗങ്ങൾ ബാധിച്ച കുട്ടികളെയും വീട്ടുകാരെയും ഏറ്റെടുത്ത് സഹായിക്കുന്ന പട്ടാമ്പി ആസ്ഥാനമായ ജീവകാരുണ്യ സംഘടനയായ സൊലസ് പാലക്കാടിൻ്റെ 9ാം വാർഷികവും സംഗീത സന്ധ്യയുമാണ് വിപുലമായി സംഘടിപ്പിച്ചത്. പട്ടാമ്പി പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സൊലസ് സ്ഥാപകയും സെക്രട്ടറിയുമായ ഷീബ അമീർ അധ്യക്ഷയായി. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി. എം ദിവാകരൻ, EK ബാബു, ചന്ദ്രമോഹൻ, അനു സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗായകർ ഭവിൻ, നവനീത എന്നിവർ നയിച്ച സംഗീത സന്ധ്യ നടന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ അലനല്ലൂർ കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം മേലാറ്റൂർ റോഡ് ആശുപത്രിപ്പടിയിലെ സ്റ്റാർലക്സ് ടവറിലേക്കാണ് ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം മാറ്റിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. എൻ ഷംസുദ്ദീൻ MLA സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ഓരോ സഹകരണ മേഖലയും നിലനിൽക്കുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് ഈ സൊസൈറ്റി നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സഹകരണ മേഖല നിലനിൽക്കുന്നത്, സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ്. ഈ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അംഗങ്ങൾ, അവരുടെ ജീവനക്കാർ, അവരോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ സ്ഥാപനത്തിൽ നിലനിർത്തുന്നത്, സ്ഥാപനത്തെ വളർത്തുന്നത്, അത് വളർന്നു പന്തലിക്കുന്നത്. ആ വിശ്വാസ്യത ഒരു ധനകാര്യ സ്ഥാപനത്തിന് വേണ്ട
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നിലനിർത്താൻ ഈ സൊസൈറ്റിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഈ സൊസൈറ്റി നല്ല രീതിയിൽ സാമ്പത്തികമായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് വളരുന്നത്. കേരളത്തിലെ സഹകരണ രംഗം ഇന്ത്യക്ക് മാതൃകയാണെന്ന് എം ഷംസുദ്ദീൻ MLA പറഞ്ഞു. ആ ഒരു പതിറ്റാണ്ട് കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ വിശ്വാസം ആർജിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ പുരോഗതി നമ്മുടെ ബാങ്ക് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരിയുടെ നേതൃത്വത്തിൽ ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ നേട്ടമുണ്ടായത്. ഇവിടെ ഇപ്പോൾ പുതിയ കെട്ടിടമായി. നമുക്കറിയാം, സഹകരണ രംഗം കേരളത്തിൽ വളരെ വ്യാപിച്ചു കിടക്കുകയാണ്. എല്ലാ മേഖലയിലും സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തമാണ്. കേരളം അക്കാര്യത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. നമ്മളുടെ ഓരോ സഹകരണ പ്രസ്ഥാനങ്ങളും വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച പ്രസ്ഥാനങ്ങളാണ്. ധനകാര്യ സ്ഥാപനങ്ങൾ തൊട്ട് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പൊ IT രംഗത്ത് വരെ കോപ്പറേറ്റീവ് സെക്ടർ വളരെ സജീവമാണ്. സംഘം പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി, സന്ദീപ് ജി വാര്യർ, അരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജ്ന സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐഷാബി ആറാട്ടുതൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം, P അഹമ്മദ് അഷറഫ്, PR സുരേഷ്, PPK അബ്ദുറഹ്മാൻ, റംഷിഖ് മാമ്പറ്റ, K താജുദ്ദീൻ, അസീസ് ഭീമനാട്, K വേണുഗോപാലൻ, റഷീദ് അലായൻ, P മുസ്തഫ, K രവികുമാർ, C ഹരിദാസ്, സിബഹത്തുള്ള മടത്തൊടി, കാസിം അലായൻ, ബാബു മൈക്രോടെക്, SK ശശിപാൽ, K അബ്ദു, PT ശ്രീജിത്ത്, സ്മിത തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ആദ്യ നിക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത സ്വീകരിച്ചു. അരനല്ലൂർ ചന്തപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് 2012 ഹബീബുള്ള അൻസാരിയുടെ നേതൃത്വത്തിലാണ് രൂപം നൽകിയത്. തുടർന്ന് ജനങ്ങൾക്കിടയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായി വിവിധ അംഗീകാരങ്ങൾ നേടാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയും സൗകര്യങ്ങൾ ഇരട്ടിപ്പിച്ചുമാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. വസ്തുജാമ്യത്തിന്മേൽ പരമാവധി വായ്പ, ഓവർഡ്രാഫ്റ്റ്, വായ്പകൾക്ക് റിസ്ക് ഫണ്ട് പരിരക്ഷ, വിവാഹ ആവശ്യത്തിനും വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമുള്ള വായ്പകൾ, കൂടാതെ മുറ്റത്തമുല്ല വായ്പാ പദ്ധതിയും ട്രേഡേഴ്സ് ബിസിനസ് ലോണും നൽകി വരുന്നുണ്ട്. സ്വർണ്ണപ്പണയത്തിന് 9% പലിശ മാത്രമാണ് ഈടാക്കുന്നത്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും ഇൻഷുറൻസ് പരിരക്ഷയും സ്ഥാപനം നൽകുന്നുണ്ട്. സ്ഥിര നിക്ഷേപങ്ങൾ, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, കുറഞ്ഞ നിരക്കിൽ സേഫ് ഡെപ്പോസിറ്റിംഗ് ലോക്കർ സൗകര്യം, റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ, നിത്യനിധി നിക്ഷേപങ്ങൾ, കറന്റ് അക്കൗണ്ട് എന്നീ സേവനങ്ങൾക്ക് പുറമെ വിവിധ MMBS ചിട്ടികളും ചിട്ടി നിത്യേന അടയ്ക്കാനുള്ള സൗകര്യവും സ്ഥാപനത്തിലുണ്ട്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യമുള്ളതാണ് പുതിയ കെട്ടിടം. പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ മിഴിവ് വിഷൻ പ്രൊജക്ട് മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക. കാഴ്ച വൈകല്യങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണയും സേവനങ്ങളും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 ഭാരവാഹികളും അൽസലാമ കണ്ണാശുപത്രി അധികൃതരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലും അൽസലാമ കണ്ണാശുപത്രിയും ചേർന്ന് മിഴിവ് വിഷൻ എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകൾ ഉൾക്കൊള്ളുന്ന 318Dയിലെ ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തും. കാഴ്ചയുടെ പ്രാധാന്യവും അവബോധവും സൃഷ്ടിക്കുന്ന വിവിധ പരിപാടികളോടൊപ്പം
നേത്രചികിത്സയുമായി ബന്ധപ്പെട്ട സൗജന്യ സേവനങ്ങളും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളും അൽ-ഇസ്ലാമ കണ്ണാശുപത്രി അധികൃതരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ലയൺസ് ക്ലബ്ബുമായിട്ട് ചേർന്നുകൊണ്ട് അൽ-ഇസ്ലാമ അവരുടെ ഒരു മിഴിവ് എന്ന ഒരു പദ്ധതി പ്രൊജക്റ്റ് 365 അവരുടെ. അത് കാഴ്ചവൈകല്യം നേരിടുന്ന ആൾക്കാർക്ക് അവർ നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിന് ഞങ്ങൾ കൂടെ നിന്നു കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അൽ-ഇസ്ലാമയും ലയൺസ് ക്ലബ്ബും ഒരുമിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ്. മിഴിവ് കാഴ്ചപ്പാടിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽ-ഇസ്ലാമയ്ക്ക് ഏതെല്ലാം നിലയ്ക്ക് നമുക്ക് സാമൂഹ്യ സേവന രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ അതെല്ലാം ഇറങ്ങുക എന്നുള്ളതാണ്. അതിന് സാമൂഹ്യ സേവന രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ലയൺസ് ക്ലബ്ബ് അവരുമായിട്ട് യോജിച്ച് ഞങ്ങൾക്ക് കിട്ടിയ തുടക്കത്തിലുള്ള ഒരു ചാൻസാണ് ഇത്. ഈ മേലിലും ഇത് തുടർന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകണം. എവിടെയൊക്കെ അവർ പറയുന്നിടത്തും എല്ലാം മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും അതിന് വേണ്ട മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഞങ്ങൾ റെഡിയാണ്. അത് അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ മിഴിവ് എന്ന പദ്ധതിയാണ് ഞങ്ങൾ അവരുമായിട്ട് ഒരുമിച്ച് നടത്താൻ പോകുന്നത്. നല്ല കാഴ്ചയിലൂടെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമായ സംവാദങ്ങൾ സംഘടിപ്പിക്കുക, കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് സെമിനാറുകൾ സംഘടിപ്പിക്കുക, കാഴ്ചവൈകല്യമുള്ള വ്യക്തികൾക്കും പ്രത്യേകിച്ച് പിന്നോക്ക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കാഴ്ചയുമായി ബന്ധപ്പെട്ട സൗജന്യ സ്ക്രീനിങ്ങുകൾ, പരിശോധനകൾ, ചികിത്സകൾ ഉൾപ്പെടെ ഗുണനിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. അറിയാം, ഞങ്ങൾ ഇവിടെ 21 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അതേപോലെ ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു 12,000-ത്തിലധികം ഫ്രീ കാറ്ററാക്ട് സർജറി ചെയ്തിട്ടുണ്ട് സോഫാർ. ഇപ്പോഴും ഞങ്ങൾ പല NGO അസോസിയേഷൻ ഇതേപോലുള്ള സാമൂഹിക സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ-ഇസ്ലാമിൻ്റെ ഒരു മെയിൻ ഒരു ഉദ്ദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വലിയൊരു ഗ്രൂപ്പാണ്. 325 പാർട്ട്നേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മളെ ഒരു മെയിൻ ഉദ്ദേശം സാമൂഹിക പ്രതിബദ്ധത കീപ്പ് ചെയ്തുകൊണ്ട് ആണ് ഞങ്ങൾ ഓരോ ഞങ്ങൾ സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പ്രോഫിറ്റ് മോട്ടീവ് മാത്രമല്ല, സമൂഹത്തിന് ഒരു നന്മ ചെയ്യണം എന്നുള്ള അതാണ് ഞങ്ങൾ അത് തുടക്കമല്ല ഉദ്ദേശം. ആദ്യം തന്നെ നമ്മൾ ഷെയർ എടുത്ത സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു ഫുൾ ടൈം ബിസിനസ്, 100% ബിസിനസ് ഓറിയൻറ്റഡ് അല്ല, ഇത് സാമൂഹ്യ സേവനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലെല്ലാവരും ഷെയർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ലയൺസ് ക്ലബ്ബായിട്ട് സഹകരിച്ചുകൊണ്ട് പോകുന്നത്. അൽ-ഇസ്ലാമയിലെ നേത്രവിദഗ്ധരായ ഡോക്ടർമാരുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും നേത്ര അവലോകന ക്യാമ്പുകളും പ്രത്യേകം സംഘടിപ്പിക്കും. മിഴിവ് വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി BPL കുടുംബങ്ങൾക്ക് അൽ-ഇസ്ലാമയിൽ 1 വർഷത്തെ സൗജന്യ കൺസൾട്ടേഷൻ ലഭ്യമാക്കും. BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിലും മറ്റുള്ളവർക്ക് 25% ഇളവ് നൽകിയും തിമിര ശസ്ത്രക്രിയ അടക്കം തുടർ ചികിത്സകൾ ലഭ്യമാക്കും. ആവശ്യമായ ഉപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ 20% ഡിസ്കൗണ്ടോടുകൂടി കണ്ണടകളും നൽകും. മിഴിവ് വിഷൻ പ്രൊജക്ട് ഫെബ്രുവരി 28-ന് വെള്ളിയാഴ്ച രാവിലെ 10:30-ന് അൽ-ഇസ്ലാമ ഓഡിറ്റോറിയത്തിൽ നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ബാബു ദിവാകരൻ, പ്രദീപ് മേനോൻ, ഡോക്ടർ കൊച്ചു S മണി, ഡോക്ടർ നെയ്യം റഹ്മാൻ, അൽ-ഇസ്ലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ, വൈസ് ചെയർമാൻ അഷ്റഫ് കീഴ്ശ്ശേരി, ഡയറക്ടർ അബ്ദുൽ നാസർ ചോലയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും കാട്ടുപന്നി ആക്രമണം. മീൻ വിൽപ്പനക്കാരൻ ഉദയകുമാറിനെയാണ് ബൈക്കിൽ വരുമ്പോൾ കാട്ടുപന്നി ആക്രമിച്ചത്. പരിക്കേറ്റ ഉദയകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസിന്റെ ലഹരിവേട്ട. MDMAയുമായി യുവതിയടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികൾ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെന്ന് പോലീസ്. പട്ടാമ്പി ചെർപ്പശ്ശേരി റോഡ് നവീകരണത്തിന് 6 കോടി രൂപ അനുവദിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് BC ചെയ്ത് നവീകരിക്കുക. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് UDF മാർച്ച്. പഞ്ചായത്തിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനമെന്നും അഴിമതിയും സ്വജനപക്ഷപാതവുമെന്നും നേതാക്കൾ. നിരവധി പേർ ട്രെയിൻ തട്ടി മരിച്ച പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമായി. നടപ്പാക്കുന്നത് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ആവശ്യം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.